നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീൽ അടുത്ത മത്സരം കൊളംബിയക്കെതിരെ കളിക്കുകയാണ്. നാളെയാണ് ആ കളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെയാണ് ആ മത്സരം നടക്കുന്നത്. ഈ കളിക്ക് മുന്നോടിയായിട്ട് ഇപ്പോൾ മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ട് ബ്രസീലിയൻ താരം ബ്രൂണോ ഗുയിമേറസ്. അതിൽ അദ്ദേഹം പറയുന്നത് ബ്രസീൽ ടീമിൻ്റെ ഏറ്റവും വലിയ എതിരാളി ബ്രസീൽ ടീം തന്നെയാണ്. ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങൾ ഈ ടീമിലുണ്ട്. പക്ഷേ മികച്ച രൂപത്തിൽ ക്ലബിൽ കളിക്കുന്ന പോലെ പെർഫോം ചെയ്യേണ്ടതുണ്ട്. ബ്രസീലിന് പുറകോട്ട് വലിക്കുന്നത് ബ്രസീൽ ടീം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കൊളംബിയക്കെതിരെയുള്ള കളിയെക്കുറിച്ച് ചോദിക്കും അദ്ദേഹം പറയുന്നു, ഞങ്ങൾ എതിരാളികളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ടതില്ല, ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ഓപ്പണൻ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്വാഡ് ഞങ്ങൾക്കുണ്ട്, ഗ്രേറ്റ് പ്ലെയേഴ്സ് ഉണ്ട് എല്ലാ ഏരിയയിലും. കൊളംബിയ ശരിയാണ്, ഗ്രേറ്റ് ടീമാണ്, ഞങ്ങൾക്ക് കോപ്പ അമേരിക്കയിൽ ഹാർഡ് ടൈം തന്നിട്ടുള്ള ടീമാണ്. അവർക്കെതിരെ എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട്. അവർ വളരെ പ്രഷർ ഞങ്ങളുടെ മേൽ ചുമത്തുന്ന ഒരു ടീമാണ്, ഒക്കെ അറിയാം. പക്ഷേ അത് ഞങ്ങളുടെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ ആരോ ആവട്ടെ, സർക്കംസ്റ്റാൻസസ് എന്തോ ആവട്ടെ, ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. ബ്രസീൽ ടീമിൻ്റെ എതിരാളി ബ്രസീൽ ടീം തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലത്തേതിനേക്കാൾ ബെറ്ററായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാൻ പറ്റണം. അല്ലാതെ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങൾ ഓൾറെഡി ഗുഡാണ് എന്ന രൂപത്തിൽ ഇരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾ ഏറ്റവും ഗുഡായ ടീമല്ല. അത് ഞങ്ങൾ മനസ്സിലാക്കിയാണ് വേണ്ടത്. ഞങ്ങളിനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ഇമ്പാക്റ്റ് ഒരു ടീം എന്ന നിലയിൽ ഉണ്ടാക്കണം. അതിന് എതിരാളികൾ ആരാണ് എന്നതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. നല്ല രൂപത്തിൽ മാർക്ക് ചെയ്യുക, നല്ല രൂപത്തിൽ അറ്റാക്ക് ചെയ്യുക. അപ്പം ആർക്കെതിരെ കളിക്കുന്നു, അത് കൊളംബിയക്കെതിരെ കളിക്കുന്നുവോ ബൊളീവിയക്കെതിരെ കളിക്കുന്നുവോ അതല്ല ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. മറിച്ച് ഞങ്ങളുടെ ടീം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. നോ മാറ്റർ ദി ഓപ്പണൻറ്റ്, ഞങ്ങൾ നന്നായി കളിക്കേണ്ടതുണ്ട്, ഞങ്ങളുടെ രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. ക്ലബ്ബിൽ എങ്ങനെയാണോ കളിക്കാനുള്ളത് അതേ പെർഫോമൻസ് ഇവിടെയും വരണം. അത് 4-4-2 4-3-3 ഏതോ ആവട്ടെ, ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് ഓപ്പണൻറ്റ് ആരായാലും റിഗാർഡ്ലെസ് ഓഫ് ദി ഓപ്പണൻറ്റ് ഞങ്ങൾ പുറത്തെടുത്തേ പറ്റൂ, എങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്നാണ് ഇപ്പോൾ ബ്രൂണോ ഗുയിമേറസ് പറഞ്ഞത്. അദ്ദേഹം പറയുന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എതിരാളി ആരായാലും അവർക്കെതിരെയൊക്കെ മികച്ച പ്രകടനം നടത്താൻ കെൽപ്പുള്ള താരങ്ങൾ ബ്രസീലിന് നിരയിലുണ്ട്. ക്ലബ്ബിൽ അതിൽ തീക്കളി കളിക്കുന്നവരല്ലേ. റോഡ്രിഗോയും വിനിയും അതുപോലെ റാഫീഞ്ഞയും സാവീഞ്ഞോയും ഒക്കെയല്ലേ സ്ക്വാഡിലുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ടീം എന്ന നിലയിൽ പെർഫോമൻസ് വരാത്തത്? അതിനെതിരാളികളെ പറഞ്ഞിട്ട് കാര്യമില്ല. ബ്രസീൽ ടീമിൻ്റെ ഏറ്റവും വലിയ എതിരാളി അവർ തന്നെയാണ് എന്ന് ബ്രൂണോ ഗുയിമേറസ് പറയുമ്പോൾ അതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.